അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ ദുആയുടെയും ദിക്റിൻ്റെയും പ്രാധാന്യത്തെ കുറിക്കുന്ന ഏതാനും ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഅക്കും. പറയുക, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, ദിക്ർ ചെയ്യുക. സൂറത്തുൽ അഹ്സാബിലെ 41-ാമത്തെ വചനമാണ്. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്തി വഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ വചനമാണ് ഇത്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അശ്രദ്ധയും ലോകമാന്യതയും വന്നുകൂടാതിരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആറാഫിൻ്റെ 205-ാമത്തെ വചനത്തിൽ പറയുന്നു, വിനയത്തോടും ഭയത്തോടും കൂടി വാക്ക് ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക, നീ അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ആയിത്തീരരുത് എന്ന്. അപ്പോൾ ഇതൊക്കെ ദിക്റുകളും ദുആയും ചെല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന വചനങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു ക്ലാസ് കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.